നമസ്കാരം. അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകളുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ സ്ഥാപന ഉടമ ജീവനൊടുക്കി. കൊല്ലം നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ അമൽ ശങ്കറിനെയാണ് ആയൂരിലെ ഭാര്യ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി വഞ്ചിച്ചുവെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് കിടപ്പുമുറിയിൽ അമലിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമലിന്റെ ഉടമസ്ഥതയിൽ ജില്ലയിലെ മറ്റിടങ്ങളിലും സമാനമായ സ്ഥാപനം നടത്തുന്നുണ്ട് എന്നാണ് സൂചന. അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നെന്ന സ്ഥാപനത്തിന്റെ ഉടമ പോലീസ് ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചതിനെ തുടർന്നാണ് ജീവനൊടുക്കിയത്. കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരികയാണ് അമൽ ശങ്കറും ഭാര്യ രേഖാകുമാരി. ഭാരത് സേവക സമാജിന്റെ പരിശീലന കേന്ദ്രമാണിതെന്ന് ഇവർ കുട്ടികളോട് പറഞ്ഞിരുന്നത്. ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് പ്രധാനമായും സ്ഥാപനത്തിൽ നടത്തിയിരുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനും ജോലിക്കും ശ്രമിക്കുമ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്നറിയുന്നത്. സർട്ടിഫിക്കറ്റുകളിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ചെന്നൈയിലെ മറ്റു വിദ്യാർത്ഥികളുടെ വിവരങ്ങളും കിട്ടിയിരുന്നു. ഇതേ തുടർന്ന് കുട്ടികൾ സ്ഥാപനത്തിലെത്തി ബഹളം വെച്ചു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വ്യാഴാഴ്ച പരാതി നൽകി. വിദ്യാർത്ഥികളെയും സ്ഥാപന ഉടമകളെയും തിങ്കളാഴ്ച സ്റ്റേഷനിൽ ചർച്ചയ്ക്കായി വിളിപ്പിച്ചെങ്കിലും അമൽ ശങ്കർ എത്തിയില്ല. രേഖയും സ്ഥാപനത്തിന്റെ കൊച്ചിയിൽ നിന്നുള്ള പ്രതിനിധികളെയും ചോദ്യം ചെയ്യുന്നതിനിടെ അമലിനോട് സ്റ്റേഷനിലെത്തുവാൻ ഈസ്റ്റ് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. വൈകിട്ട് 4:30യോടെയാണ് വാളകം അറക്കലിൽ ഭാര്യയുടെ വീടായ രേഖാ മന്ദിരത്തിൽ അമലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുന്നത്. ഹൈദരാബാദിൽ LLB വിദ്യാർത്ഥിയാണ് മകൻ അഭിറാം ശങ്കർ. ആയൂർ അറക്കലിലെ ഭാര്യ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിലാണ് ഈ അമൽ ശങ്കറിനെ കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. അമലിന്റെ ഉടമസ്ഥതയിൽ ജില്ലയിലും മറ്റിടങ്ങളിലും സമാനമായ സ്ഥാപനം നടത്തുന്നുണ്ട് എന്നാണ് സൂചന. കൊല്ലം SN കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമകളാണ് അമലും ഭാര്യയും. കോഴ്സിന് അംഗീകാരമില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയത്. തുടർന്നാണ് രേഖാകുമാരി സ്റ്റേഷനിലെത്തി കോഴ്സുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയത്. ഒളിവിൽ പോയ അമലിനെ വൈകിട്ടോടെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിനെ പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഭാരത് സേവക് സമാജ് ട്രെയിനിംഗ് സെന്ററാണെന്നാണ് ഉടമകൾ വിദ്യാർത്ഥികളെ ധരിപ്പിച്ചിരുന്നത്. 2023-25 ബാച്ചിന്റെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ജോലിക്ക് ശ്രമിച്ചപ്പോഴാണ് കോഴ്സിന്റെ സ്ഥാപനത്തിനും അംഗീകാരമില്ലെന്ന കാര്യം വിദ്യാർത്ഥികൾ അറിഞ്ഞത്. കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ച മാർക്ക് ലിസ്റ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ചില വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സെറ്റിൽ ലഭ്യമല്ല. മറ്റു ചിലരുടെ രജിസ്റ്റർ നമ്പർ നൽകുമ്പോൾ അപരിചിതരുടെ പേരും ഫോട്ടോയുമാണ് കാണുന്നതെന്നും പരാതിയിലുണ്ട്. അവശ്യ സൗകര്യങ്ങൾ ഇല്ലാതെയാണ് കോഴ്സ് നടത്തിയതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളാണ് ഇവരുടെ സ്ഥാപനത്തിൽ പ്രധാനമായി നടത്തിയിരുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിനും ജോലിക്കും ശ്രമിക്കുമ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ലെന്നറിയുന്നതും. ഇതോടെയാണ് വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിച്ച് പരാതി നൽകിയത്. സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ചെന്നൈയിലുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് കുട്ടികൾ സ്ഥാപനത്തിലെത്തി ബഹളം വെച്ചത്. ഭാരത് സേവാക് സമാജിന്റെ പരിശീലന കേന്ദ്രമെന്നായിരുന്നു ഇതെന്നാണ് ഇവർ കുട്ടികളോട് പറഞ്ഞിരുന്നത്. ഈ പരാതിയെ തുടർന്നാണ് വിദ്യാർത്ഥികളെയും സ്ഥാപന ഉടമകളെയും തിങ്കളാഴ്ച സ്റ്റേഷനിൽ ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയത്. പക്ഷേ അമൽ എത്തിയിരുന്നില്ല. രേഖയും സ്ഥാപനത്തിന്റെ കൊച്ചിയിൽ നിന്നുള്ള പ്രതിനിധികളെയും ചോദ്യം ചെയ്തതിനിടെ അമലിനോട് സ്റ്റേഷനിലെത്തുവാൻ ഈസ്റ്റ് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫായി. വൈകിട്ട് 4:30യോടെയാണ് വാളകം അറക്കലിൽ ഭാര്യ വീടായ രേഖാമന്ദിരത്തിൽ അമലിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം ഇന്ന് നടത്തിയേക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.